ഇന്നത്തെ എൻ്റെ യാത്ര ഗുണ്ടൽപേട്ടയിലേക്കാണ്. ഇപ്പോൾ അവിടെ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന സീസൺ ആയതുകൊണ്ട് അവിടെ ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇപ്പോൾ ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആദ്യം കാണുന്ന ഹൈവേയിൽ കാണുന്ന ഒരു തോട്ടമാണിത്. ഇവിടേക്ക് കയറാൻ 20 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. വരുമ്പോൾ കേരളത്തിൽ നല്ല മഴയാണ്. ഗുണ്ടൽപേട്ടയിൽ മഴയൊന്നുമില്ല, പക്ഷെ നല്ല കാലാവസ്ഥയായിരുന്നു. മഴയില്ലെങ്കിലും മഴയുടെ ആ ഒരു നല്ലൊരു തണുപ്പും ഒക്കെ അവിടെ നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തോട്ടം കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഇതിൽ കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു ഇവിടെ സന്ദർശനത്തിനായി വന്നിരുന്നത്. തോട്ടം കാണാനും സെൽഫി എടുക്കാനുമൊക്കെയായി നിരവധി ആളുകൾ തോട്ടത്തിനുള്ളിലേക്ക് കയറി പൂവുകളെല്ലാം ചവിട്ടി നശിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ അവിടെയുള്ള ഉൾഗ്രാമത്തിലേക്ക് പോയാൽ കാണാമെന്ന് അവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അവിടേക്ക് പുറപ്പെട്ടു. ഈ കാണുന്ന ബേരമ്പാടി എന്ന ഗ്രാമത്തിലേക്കാണ് ഞാൻ പോകുന്നത്. കയറുമ്പോൾ തന്നെ അവിടെ ഫ്രഷ് പച്ചക്കറിയെല്ലാം നമ്മുടെ നാട്ടുകാർ വാങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ മലയാളികളുടെ തോട്ടങ്ങളും നിരവധി ഉണ്ട്. വാഴക്കൃഷി, കാബേജ്, ബീട്രൂട്ട് തുടങ്ങിയ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ മുഴുവനും കേരളത്തിലേക്കാണ് കൂടുതലായി എത്തുന്നത്. ഈ ഗ്രാമത്തിലേക്ക് കയറിയപ്പോഴാണ് തോട്ടങ്ങളുടെ ശരിയായ ഭംഗി ഞാൻ കാണുന്നത്. ഇവിടുത്തെ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിവിടെ നേരിൽ വന്ന് മനസ്സിലാക്കുക തന്നെ വേണം. എത്രത്തോളം ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുവോ അത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുക. ഇവിടെ കാഴ്ചകൾ കാണാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരം ഗ്രാമങ്ങളിലേക്ക് കയറുന്നില്ല. മെയിൻ റോഡിൽ നിന്നുള്ള തോട്ടത്തിൻ്റെ കാഴ്ചകൾ മാത്രം കണ്ട് മടങ്ങുകയാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്.
15 വർഷമായി. അപ്പോൾ പഠിക്കുന്നത് കന്നഡയാണോ? അച്ഛൻ ഇവിടെയാണ്, ആ അമ്മ ഇവിടെ കട്ടിച്ചു. ആ അവര് കന്നഡയാണ്. ഓക്കെ. അവര് അച്ഛൻ്റെ നാട് ഏതാ? ഏത് കമ്പനിയിലേക്ക് പോകും? ABT ആ. അവരെന്താ ചെയ്യുന്നത് ഇതുകൊണ്ട്? ഇത് പെയിന്റ്, കെമിക്കൽ. ആ അതിനാ ഈ ഫ്ലോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ 20 രൂപ കിട്ടും. ഞങ്ങൾക്ക് കുറവാണ്. എത്ര? പിന്നെ 15. ആ, ബാക്കി പിന്നെ ആരെ ഏജന്റ് ഉണ്ടോ? ആ, അപ്പോൾ ABTയുടെ കമ്പനി എവിടെയുള്ള ഇവിടെ? തമിഴ്നാട് സത്യം. ആ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ടായിട്ട് പോകും. എക്സ്പോർട്ട്